ആകലുകളില്ലാതെ നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിലെ റാഹത്തുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാ നിങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തോളൂ. ഒരാളെയും നിർബന്ധിക്കൂല. അത് അന്ന് നിർബന്ധിച്ചിട്ടില്ല, ഇന്ന് നിർബന്ധിച്ചിട്ടില്ല, അത് മരണം വരെ നിർബന്ധിക്കുകയുമില്ല. ഇൻഷാ അല്ലാഹ് ഖുർആനോദന അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലല് ദിക്ർ ചൊല്ലല് നന്മയാണെന്ന് ഓരോരുത്തർക്ക് തോന്നിയാണ് നമ്മളെ ചൊല്ലുന്നത്, നമ്മളെ പറയുന്നത്, നമ്മളെ പ്രവർത്തിക്കുന്നത് എല്ലാം നന്മയാണെന്ന് തോന്നിയാണ് ചൊല്ലണേ, പ്രവർത്തിക്കണേ. അല്ലാഹു നന്മ ചെയ്യാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പടച്ചോനെ ഒന്ന് ഞങ്ങളെ കഴിവ് കൊണ്ടല്ല റബ്ബേ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയൂല. നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല നാഥാ. കുതുബുല്ലാലമില്ല സഹായമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല നാഥാ. ശൈഖുനാ സുൽത്താനുൽ ഉലമയടക്കം ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല നാഥാ. പടച്ചവനെ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഏത് വിഷമഘട്ടത്തിലും ഞങ്ങൾക്ക് ധൈര്യം തരുന്ന മഹാനരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ റബ്ബേ ഞങ്ങളെ ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ, ആഫിയത്ത് കൊടുക്ക റബ്ബേ, ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ. 1700 രാവിലെ ഘട്ടാമറ്റനാവിൽ ഈ 10,000 നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാ. ഞങ്ങളുടെ ഉസ്താദ് അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ശിഷ്യന്മാരാണ് ഞങ്ങള് പടച്ചോനെ. അവിടെയുള്ള ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു റൂട്ടുണ്ട്, അവിടെയുള്ള ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മേഖലയുണ്ട് അല്ലാഹ്. അതിലൂടെ സഞ്ചരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ അറിവില്ലാവില്ല 10,000 കുടുംബങ്ങൾക്ക് അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. നീ ഐശ്വര്യം നൽകണേ റഹ്മാനേ. നീ റാഹത്ത് നൽകണേ റഹ്മാനേ. നീ സന്തോഷം നൽകണേ റഹ്മാനേ. നീ സമാധാനം നൽകണേ റഹ്മാൻ.